السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഡിബേറ്റ് നടത്തുന്നത്. പാശ്ചാത്യ ചിന്തകൾ, വെസ്റ്റേൺ ഫിലോസഫീസ്, അത് ഒരു യഥാർത്ഥ മതം എന്ന് വിശ്വസിക്കുന്ന ഏക ദൈവത്തിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിന് ഭീഷണിയാകുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലിബറലിസം ഉൾപ്പെടെ ലോകത്ത് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകൾ, ഓവർ ഫ്രീഡം എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതേസമയത്ത് അത്തരം ചിന്തകൾ പ്രൊമോട്ട് ചെയ്യുന്നവർ അതൊരു ലിമിറ്റഡ് ഫ്രീഡം അല്ലെങ്കിലും യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥ മാനവികത എന്നും മാനവിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികതയും മറ്റ് ഈക്വാലിറ്റിയും റാഷണലിസവും ഇൻഡിവിജ്വാലിറ്റിയും ഹ്യൂമൻ റൈറ്റ്സും ഇതൊക്കെ സമൂഹത്തിൽ കൃത്യമായി നടക്കണമെങ്കിൽ കാലോചിതമായ മാറ്റങ്ങളും ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ സൃഷ്ടി അതൊക്കെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കുകയും വേണം. ഒരു യാഥാസ്ഥിക വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു മതത്തിനൊരിക്കലും അങ്ങനെ ഒരു പുരോഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തിന് സമ്മതിക്കാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് ചിന്തകൾ, അത്തരം വെസ്റ്റേൺ ചിന്തകൾ ദീനിനെ എങ്ങനെയാണ്, മുസ്ലിം സൊസൈറ്റിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആ ചിന്താരീതികൾ ഇസ്ലാമിന് ഭീഷണിയാണ് എന്ന് ഈ ഭാഗത്തുള്ളവർ, മുസ്തഖീം, സലാഹ്, അതുപോലെ അത്തരം ചിന്താരീതികൾ ഇസ്ലാമിന് ഒരു നിലക്കും ഭീഷണിയാകുന്നില്ല എന്ന് മറുവശത്തുള്ള തൻസീം, നാജി, എല്ലാവരെയും ഈ ഡിബേറ്റിലേക്ക്, ഒരു ഹെൽത്തി ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി, ഓരോരുത്തരും അവരുടെ ഒരു ആമുഖ സംസാരം ഒരു 3 മിനിറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിൽ ആദ്യം സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സമയമാണ്. പിന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള റെഫറൻസുകൾ സഹിതം അവരുടെ കയ്യിലുള്ള ഡാറ്റകൾ വളരെ കൃത്യമായി തൻ്റെ സ്റ്റാൻഡ് കൃത്യമായി അവതരിക്കുക എന്നതാണ് ഓരോരുത്തരുടെയും റോള്. അതിനുശേഷം പിന്നെ ഒരവസാന കുറച്ച് സമയം കൺക്ലൂഡിങ് സെഷനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വെസ്റ്റേൺ ചിന്താരീതികൾ ഇസ്ലാമിന് ഭീഷണിയാണ് എന്ന് വാദിക്കുന്ന പക്ഷത്തിന് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മോഡറേറ്റർ, പ്രേം നിറഞ്ഞ സുഹൃത്ത്, ഏറെ സംവാദകരെ, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പാശ്ചാത്യ ചിന്താരീതി ഇസ്ലാമിന് ഭീഷണിയാണോ എന്നുള്ള ഒരു വിഷയം. ഇവിടെ ഇരുന്നു കൊണ്ട് കൃത്യമായി പറയാൻ കഴിയും, പാശ്ചാത്യ ചിന്താരീതി എന്നുള്ളത് ഇസ്ലാമിന് ഭീഷണിയാണ് എന്നുള്ളത്. അതായത് പാശ്ചാത്യ ചിന്താരീതി ആത്മീയമായും അതുപോലെ തന്നെ അതിൻ്റെ മൂല്യങ്ങളെല്ലാം ഇസ്ലാമിന് ഭീഷണിയാണ്. എന്താണ് പാശ്ചാത്യ ചിന്താരീതി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാശ്ചാത്യ ചിന്താരീതി എന്ന് പറയുന്നത് ഏകമായ ഒരു അഭിപ്രായം അല്ല, മറിച്ച് പല തത്വങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു രീതിയാണ് പാശ്ചാത്യ ചിന്താരീതി എന്ന് പറയുന്നത്. അതായത് ലിബറലിസം, സെക്കുലറിസം, അതുപോലെ തന്നെ ഹ്യൂമാനിസം, പിന്നെ ഫെമിനിസം, ഇൻഡിവിജ്വലിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒന്നാണ് ഈ പാശ്ചാത്യ ചിന്താരീതി എന്ന് പറയുന്നത്. ഈ പാശ്ചാത്യ ചിന്താരീതികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. അതായത് ഈ ഒരു മതത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ
ഒരു മനുഷ്യൻ്റെ മതത്തെയും അതുപോലെ തന്നെ ദൈവത്തെയും അവനിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പൊതു സ്വഭാവം എന്നുള്ളത് മനുഷ്യനെ മാനദണ്ഡമാക്കിയിട്ടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ സെക്കുലറിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മതവും രാഷ്ട്രീയവും വേർതിരിക്കുന്നു എന്നുള്ള ഒരു ആശയമാണല്ലോ സെക്കുലറിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഈ മതം എന്നുള്ളത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. അതിനെ ഒരു മതത്തെ സ്വകാര്യമായി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെല്ലാവരും. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതം എന്നുള്ളത് ഒരു സ്വകാര്യമായ വിഷയമല്ല എന്നുള്ളത്. മതം എന്നുള്ളത് ഒരു സമ്പൂർണമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഖുർആനിലൊക്കെ പറയുന്നുണ്ടല്ലോ ദുഖുലു ഫി സിൽമി കാഫ എന്നൊക്കെ. അപ്പോൾ പിന്നെ ലിബറലിസത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ പരമാധികാരം എന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ലിബറലിസം സംസാരിക്കുന്നത്. അതിൻ്റെ ആശയമൊക്കെ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ആശയമാണെന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലഹരികരമായിട്ടുള്ള കാര്യങ്ങൾ, LGBT ആയ കാര്യങ്ങൾ, പിന്നെ ഓരോരുത്തരെ വിവാഹം കഴിഞ്ഞാലും വേറൊരു ബന്ധം, അങ്ങനെയുള്ള രീതിയൊക്കെ ഓരോ ദുശ്ശീലങ്ങളൊക്കെ ഇതിനുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പേഴ്സണൽ ഫ്രീഡം സാധാരണമായ രീതിയിൽ സാധാരണമാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു രീതി എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാശ്ചാത്യ ചിന്താ രീതി എന്ന് പറയുന്നത് ഇസ്ലാമിന് ഭീഷണിയാണ് എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്ത്, പാശ്ചാത്യ ചിന്താരീതികൾ, യൂറോപ്യൻ ഐഡിയോളജീസിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും മതകീയവുമായിട്ടുള്ള ചില ഭീഷണികൾ അതിൻ്റെ കോമൺ കൺസെപ്റ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ ചിന്താരീതികളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹ്യൂമനിസം പറഞ്ഞു വെക്കുന്നത് എന്താണ്? മൂല്യങ്ങളുടെ ആധാരം അല്ലെങ്കിൽ മൂല്യങ്ങളുടെ ഒരു അളവുകോല് എന്ന് പറയുന്നത് അത് മനുഷ്യനാണ് എന്നുള്ളതാണ്. പുരാതന ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള ചിന്തകനായിട്ടുള്ള പ്രോട്ടഗോറസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിരുന്നു ഈ മതങ്ങൾ സദാചാരത്തിൻ്റെ മൂല്യം, അതായത് മൂല്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്നുള്ളത്. ഈ ഒരു ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് തന്നെ ഈ ഒരു കാര്യമാണ്, അതായത് മൂല്യങ്ങളുടെ അടിസ്ഥാനം മനുഷ്യനാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അഗ്രസീവിസം എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ അടിസ്ഥാനം മനുഷ്യനാണ് എന്ന കൺസെപ്റ്റിൽ നിന്ന് വിട്ട് നിന്നിട്ട് ദൈവത്തോളം മനുഷ്യൻ്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഹ്യൂമനിസത്താണ്. അപ്പോൾ നമ്മൾ 3 ഹ്യൂമനിസ്റ്റ് മാനിഫെസ്റ്റോകളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. 1933, 1973, 2003 ഈ 3 മാനിഫെസ്റ്റോകളിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തോളം മനുഷ്യൻ്റെ പ്രാധാന്യം ഇതാക്കുകയും ദൈവത്തിൻ്റെ ആ ഒരു അസ്തിത്വത്തെ തന്നെ അസ്തിത്വത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് ഹ്യൂമനിസം മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ അസ്ൽ എന്ന് പറയുന്നത് തൗഹീദാണ്, അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ്, അള്ളാഹു ദൈവമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഏതൊരു മതത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റിനെ തന്നെ അടിസ്ഥാനത്തിൽ നിരാകരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ഇസ്ലാം മതത്തിന് ഭീഷണിയായിട്ട് മാത്രമാണല്ലോ കടന്നു വരുന്നത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത് ഇസ്ലാമിൻ്റെ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എതിർക്കുന്നതോടുകൂടി ഇത് ഇസ്ലാമിൻ്റെ നിയമാധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു അടിസ്ഥാനത്തെ, ആ ഒരു അസ്തിത്വത്തെ കൂടി ചോദ്യം ചെയ്യുകയും അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മുതലെടുപ്പ് നടത്തുകയും ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത്തെ യൂറോപ്യൻ ഐഡിയോളജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അധികാരം നൽകുക, സ്ത്രീകൾക്ക് അവകാശം നൽകുക എന്നുള്ളത് ഇസ്ലാമും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ ആവശ്യകത തന്നെയാണ് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ
ഇസ്ലാം അത് അംഗീകരിക്കുന്ന സമയത്ത് തന്നെ അതെങ്ങനെ രൂപത്തിൽ അംഗീകരിക്കുന്നു എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ വക്താക്കൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരം ഇസ്ലാമിൻ്റെ വകവെച്ചു കൊടുക്കുന്ന അടിസ്ഥാനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് പുരുഷനും സ്ത്രീയും തുല്യരാണ്, അല്ലെങ്കിൽ പുരുഷനേക്കാൾ മേധാവിത്വം സ്ത്രീകൾക്കാണ് എന്നൊരു കൺസെപ്റ്റ് പൊതുസമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് പ്രത്യേകിച്ച് മതത്തിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന് ഭീഷണിയായിട്ട് തന്നെയാണ് കടന്നു വരുന്നത്. നമ്മളെ മുമ്പിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ തകർച്ച, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള നീക്കുപോക്കുകളുടെ തകർച്ച എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഫാദർലെസ് അമേരിക്കയൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു മകുടോദാഹരണമായിട്ട് മുമ്പിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് വരാം. ഞാൻ മറന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പാശ്ചാത്യ ചിന്താരീതികൾ ഇസ്ലാമിനൊരു ഭീഷണിയാണോ എന്ന്. ഈ വേദിയിൽ എനിക്ക് സത്യസന്ധമായി പറയാനുള്ളത്, ഇത് പാശ്ചാത്യ ചിന്താരീതികൾ ഒരിക്കലും ഒരു ഇസ്ലാമിന് ഭീഷണിയാവുന്നില്ല. ഭീഷണി എന്ന പദം ഉപയോഗിക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭീഷണിയുടെ പദം എന്നുള്ളത് രണ്ടിൻ്റെയും അടിസ്ഥാനം പരസ്പര വിരുദ്ധമാണ് എന്ന ധാരണയിലാണ് നമ്മൾ ഭീഷണി എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമും പാശ്ചാത്യ ചിന്താരീതികളും ചിന്തയുടെ രണ്ട് വഴികളാണ്. രണ്ടും സത്യാന്വേഷണത്തിലേക്ക് നയിക്കുന്ന രണ്ട് വഴികളാണ് പാശ്ചാത്യ ചിന്താരീതികളുടെയും ഇസ്ലാമിൻ്റെയും ചിന്തകൾ. ഈ പാശ്ചാത്യ ചിന്താരീതികൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് ലിബറലിസം. ലിബറലിസം എന്താ പറയുന്നത്? വ്യക്തി സ്വാതന്ത്ര്യവും അവകാശബോധവുമാണ് കേന്ദ്രീകൃത മൂല്യം. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഹ്യൂമനിസം മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യത്തെയും ഭൗതികതയും ഊന്നി പറയുന്നു. മനുഷ്യൻ്റെ മൂല്യത്തെ ഊന്നി പറയുകയാണ് ഹ്യൂമനിസം ചെയ്യുന്നത്. റാഷണലിസം എന്താണ്? യുക്തിബോധം മുഖേന സത്യാന്വേഷണം നടത്തുക. പിന്നെ വരുന്നത് സെക്കുലറിസം പറയുന്നത് മതവും രാഷ്ട്രവും വേർതിരിച്ച് നീതിയും സമത്വവും നടപ്പാക്കുക എന്നതാണ്. ഇതിലേക്ക് നോക്കൂ, ഈ പറഞ്ഞ പാശ്ചാത്യ ചിന്താരീതികളിൽ ഏതാണ് ഇസ്ലാമിലൊരു വിരുദ്ധമായി വരുന്നത്? ഒന്നും ഇസ്ലാമിന് വിരുദ്ധമാവുന്നില്ല. ഇസ്ലാം വ്യക്തിയെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഖുർആനിലൊക്കെ പറയുന്നുണ്ട്, ചിന്തിക്കുവിന് അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെ ഇത് തന്നെയാണല്ലോ റേഷണലിസവും മുമ്പോട്ട് വെക്കുന്നത്. റേഷണലിസത്തിൻ്റെ ആത്മാവും ഇത് തന്നെയാണല്ലോ. റേഷണലിസം പറയുന്നത് എന്താണ്? യുക്തിയോടെ സത്യാന്വേഷണത്തിലേക്ക് ചിന്തിക്കുക. ഇത് തന്നെയാണ് ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യനെ ഏറ്റവും ഉത്തമ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അഥവാ അപ്പം പറയുകയാണെങ്കിൽ ഹ്യൂമനിസം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? മനുഷ്യ മൂല്യങ്ങളെ ഊന്നി പറയുന്നു. മനുഷ്യ മൂല്യങ്ങൾക്ക് എന്താണ്? അതിൻ്റെ പരമാധികാരം നൽകുന്നു. ഇത് തന്നെയാണല്ലോ ഇസ്ലാമിലും വരുന്നത്. പാശ്ചാത്യ ചിന്താ രീതികൾ ഇസ്ലാമിനെതിരെ ഒരു നിലക്കും നിലകൊള്ളുന്നില്ല. എല്ലാം ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ടാണ്. വ്യത്യസ്തമായ ഭാഷയിൽ അതേ ബോധം അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ പാശ്ചാത്യ ചിന്താരീതികൾ എന്നുള്ളത് വ്യത്യസ്തമായ ഭാഷ, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഇസ്ലാമിൻ്റെ തന്നെ പൊതുബോധം അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ പാശ്ചാത്യ ചിന്താരീതികൾ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണെങ്കിൽ സെക്കുലറിസവും പിന്നെ അതുപോലെ മറ്റു ലിബറലിസം എല്ലാം തന്നെ ഈ ഒരു ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു ചിന്താരീതി എന്ന് ഭീഷണിയാവുന്ന ഒരു രീതിയിലേക്ക് ഇതൊന്നും മാറുന്നില്ല. നമ്മളെല്ലാവരും ഈ ഭീഷണി എന്ന് കണക്ക് കൂട്ടി വെച്ചതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നമായല്ലേ വെല്ലുവിളിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇസ്ലാമിക ദാർശനികതയുടെ വെളിച്ചത്തിൽ ഈ പാശ്ചാത്യ ചിന്താരീതികളെ പുനർവായനം ചെയ്യുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ഇത് ഇസ്ലാമിന് തികച്ചും ഭീഷണിയല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വെസ്റ്റേൺ ഐഡിയോളജീസ് ഇസ്ലാമിന് ഭീഷണിയാണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഭീഷണിയല്ല എന്ന് സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സഹപ്രവർത്തകൻ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഇസ്ലാമിക് ഐഡിയോളജീസ് ഇസ്ലാമിന് എതിരല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പല മൂല്യങ്ങളും അത് ഒത്തുചേരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത്
1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതൽ ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വരെ ധാരാളം സംസ്കാരങ്ങളും ധാരാളം ഐഡിയോളജീസും പലതും ഇസ്ലാമിന് എതിരെ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം പോയിട്ടുള്ളത്. അതൊന്നും ഒരു ഭീഷണിയാക്കത്തക്ക വിധത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാമിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. ഇസ്ലാമിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്ത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിൻ്റെയും സംരക്ഷണം അത് അള്ളാഹുവിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ലിബറലിസം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലാണ് ഊന്നൽ നൽകുന്നത്. അതുതന്നെയല്ലേ ഇസ്ലാമും മുന്നോട്ട് വെക്കുന്നത്. അതായത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, വ്യക്തിയുടെ ചില ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക ഐഡിയോളജീസ് ഭീഷണിയല്ല, നേരെ മറിച്ച് അതിനോട് കൂടിയിട്ട് ഇസ്ലാം കൂടി ചേരുമ്പോൾ അതിനൊരു പൂർണ്ണാർത്ഥം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോമൺ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതിൽ തന്നെ ഓഫ് കോഴ്സ് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. തിൽക ഹുദൂദുല്ലാഹ് എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിതത്വം അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റേഷനാണ് യഥാർത്ഥത്തിൽ എന്ത്, ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിൽ എല്ലാ ഇസങ്ങളും അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസ്താവിക്കുന്നുമുണ്ട്. അതേപോലെ സെക്കുലറിസം എന്ന് പറയുമ്പോൾ മതത്തെയും ഭരണത്തെയും വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ സെക്കുലറിസം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇസങ്ങളൊക്കെ അല്ലെങ്കിൽ സെക്കുലറിസം ഭരണത്തെ എന്ത് ചെയ്യുന്നില്ല, മതത്തിൽ ചേർത്തുകൊണ്ട് മതത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ സെക്കുലറിസം വന്നിട്ടുള്ളത്. മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് വേർതിരിച്ച് ഭരണം വേറെ മതം വേറെ എന്നിങ്ങയിലൂടെ ഭരണം നടത്താനുള്ള ഒരു കോൺസെപ്റ്റിലാണ് സെക്കുലറിസം പോകുന്നത്. അപ്പോൾ ഭരണത്തിൽ മതത്തിൽ അടിച്ചമർത്തുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തലല്ല നീതി, മറിച്ച് ലക്ഷ്യം എന്നുള്ളത് ഇസ്ലാമും നീതിയാണ് മുന്നോട്ട് വെക്കുന്നത്, സെക്കുലർസ് അല്ലെങ്കിൽ ഇസങ്ങളും നീതിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ വലഖദ് കറംന ബനി ആദം, ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ത്, മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ മനുഷ്യനെ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതാണ് തന്നെയാണ് ഹ്യൂമനിസത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇതിലെ ലിമിറ്റേഷൻസ് ലംഘിക്കാത്ത കാലത്തോളം ഈസങ്ങളെല്ലാം എന്തല്ല, ഇസ്ലാമിന് ഭീഷണിയല്ല എന്ന് തന്നെയാണ് സംവദിക്കാനുള്ളത്. ബാക്കി ചർച്ചകൾ നമുക്ക് തുടരാം. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് കുറച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കാൻ. ഇപ്പോൾ നമ്മൾ ഇത്തരം ഇസങ്ങളെ എടുക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ള ചില മുഖച്ഛായകളുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടി, ഈക്വാലിറ്റി ബിഫോർ ലോ, അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഈ ഒരു 4-5 കാര്യങ്ങൾ. പക്ഷേ ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ ഒരു മുഖവുടി അറിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഇസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇപ്പോഴത്തെ ഈ ഒരു ആധുനിക കാലത്ത് പറയുന്നത് ഇമിറ്റേഷൻ്റെ ഒരു വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു കാലത്ത് പാശ്ചാത്യ ജീവിത രീതികൾ ഒരു സ്വപ്നമായിട്ട് കാണുകയും അതിനു വേണ്ടിയിട്ട് വർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമുദായമാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഇസങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന, അവർ ഇൻജക്റ്റ് ചെയ്യുന്ന, അതായത് ഫിലിമുകളിലൂടെ ആയിക്കോട്ടെ, ഫാഷനുകളിലൂടെ ആയിക്കോട്ടെ, സംഗീതങ്ങളിലൂടെ ആയിക്കോട്ടെ, ഇതിലൂടെ ഒക്കെ അവർ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ മതബോധം കുറയുക, അല്ലെങ്കിൽ ഒരു ജനതയെ അനുകരിക്കുക, അതിലൂടെ അവരെ അവർ ചെയ്യുന്നത് ആണ് ശരി എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യുക, അതിപ്പോൾ തെറ്റാണെങ്കിലും അങ്ങനെ തന്നെ വർത്തിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ കാണേണ്ടത് ഇത്തരം അനുകരണങ്ങളെ ഒരു അലങ്കാരമായി കാണുകയും അതിൻ്റെ യഥാർത്ഥ സത്തയെ, ഒരു മുസ്ലിം ആണെങ്കിൽ പോലും അവൻ അറിയാതെ ഇത്തരം ഇസങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഇത് നമുക്ക് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഇസ്ലാം പോലെയുള്ള ബൃഹത്തായൊരു മതത്തിന് കോട്ടം സംഭവിക്കുന്നതിലേക്കാണ് പലപ്പോഴും നയിച്ചിട്ടുള്ളത്.
ഇപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞു വെച്ചു, എന്താ ലിബറലിസം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പരമപ്രധാനമാക്കി കാണുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇസ്ലാമിൽ സ്വാതന്ത്ര്യത്തിന് അതിരുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിൽ തന്നെ ബക്കറ സൂറത്തിൽ 229 ആയത്തിൽ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിന് അതിരുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ലിബറലിസത്തിൻ്റെ അബ്സല്യൂട്ട് പേഴ്സണൽ ഓട്ടോണമി എന്ന ആശയത്തോട് ഇത് യോജിക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തെ ഏറ്റവും മുൻനിർത്തിക്കൊണ്ടുള്ള ഇതാണത്. ഇത് എങ്ങനെയാണ് ഇസ്ലാം യോജിക്കുന്നത് എന്ന്? അത് നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നമാണ്. ഈ ലിബറലിസം എന്നുള്ളത് എല്ലാത്തിനും പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകുന്നു എന്നൊന്നില്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നില്ല. റേഷണൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്താണ്? ഈ ലിബറലിസം അംഗീകരിക്കുന്ന ഒന്നാണ്. ഈ 1859 ജോൺ സ്റ്റുവർട്ട് മിൽ എഴുതിയ ഓൺ ലിബർട്ടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് എന്ത്? ഫ്രീഡം എൻഡ്സ് വേർ ഹാം ബെഗിൻസ്. എവിടെയാണ് ഒരു പ്രശ്നം തുടങ്ങുന്നത് അവിടെ എന്താവും? ഫ്രീഡം അവസാനിക്കുന്നുള്ളത്. അതുവരെ അതിനൊരു ഈ ലിബറലിസത്തിന് എന്താണ്? ആ ഒരു പരിധി ഉണ്ട്. അഥവാ ലിബറലിസം പോലും സാമൂഹിക നൈതിക നിയന്ത്രണം അംഗീകരിക്കുന്നുണ്ട്. അതിന് ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ടാണ് എന്ത്? ലിബറലിസം മുമ്പോട്ട് പോകുന്നത്. ഇസ്ലാമിന്റെ ഹുദൂദ് അതിരുകൾ എന്താണ്? ഈ നിയമവും എന്തായി ഇത് പറഞ്ഞതായിട്ട് ലിബറൽസായിട്ട് സാമ്യപ്പെട്ടു പോകുന്നുണ്ട്. ഈ ഒരു ലിബറൽസ് എന്താണ്? ഇസ്ലാമിന്റെ പരിധിക്കുള്ളിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ ഇത് ഒരു പ്രശ്നമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. സഹപ്രവർത്തകൻ പറഞ്ഞതുപോലെ അതിനോട് കൂട്ടിച്ചേർക്കട്ടെ, ഫ്രീഡം എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ മനുഷ്യന് ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യാം എന്നുള്ളതല്ല. ഫ്രീഡത്തിന് കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് റോബർട്ട് ബ്രോക്കിനെ പോലത്തെ ഇസങ്ങൾ അല്ലെങ്കിൽ ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരനായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വെച്ചു ഓൺ ലിബർട്ടിയിൽ എന്തുണ്ട്? ഹാംസ് എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ ഫ്രീഡം എൻഡ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കട്ടെ, ഈ ലിബറലിസം ഈ മനുഷ്യാവകാശങ്ങൾ, പിന്നെ അതുപോലെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയൊക്കെയാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഇസ്ലാമും അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് യഥേഷ്ടം കാണാൻ സാധിക്കും. ഈ കോൺസെപ്റ്റുകൾ ഒക്കെ അല്ലേ ലിബറലിസത്തിലും കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇസ്ലാമിന് അതൊരു ഭീഷണിയായി മാറുക എന്നുള്ളത് ഒന്ന് സംവദിക്കണം. ഇപ്പോൾ പറഞ്ഞ പ്രകാരം ലിബറലിസം മനുഷ്യാവകാശങ്ങൾ, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, അഭിപ്രായങ്ങൾ എന്നിവയോടൊക്കെ ഇസ്ലാം മനുഷ്യാവകാശങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് ദൈവികമായിട്ടുള്ള സംഭവമാണ്. എല്ലാത്തിനും ഒരു ഇസ്ലാമിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത് കുറച്ചു മുന്നേ UN നടത്തിയ ഒരു സംഭവം, അതായത് ഹ്യൂമൻ റൈറ്റ്സ് ചാർട്ടർ എന്ന് പറഞ്ഞിട്ട് 1948 നടത്തിയ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ സംഭവമാണ്, ആ സംഘടനയുടെ ഭാഗമായിട്ടാണ് നടത്തിയാണ് UDHR എന്ന് പറഞ്ഞ അത് ഒക്കെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ സമൂഹത്തിന് മുഴുവനായിട്ട് റൈറ്റ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ദൈവമില്ലാത്ത യൂണിവേഴ്സിലും അടിസ്ഥാനമാക്കി ഇതെന്താണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്നുള്ളത് ദുർബലമായ രീതിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് 1976 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ അബ്ദുള്ള അൽ മൗദൂദി ഈ കാര്യങ്ങൾ ദുർബലമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. സുഹൃത്ത് പറഞ്ഞതിനോട് യോജിപ്പിച്ച് പറയാണ്. ഇപ്പോൾ 1948 യൂണിയൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന UN പുറത്തിറക്കിയ ഒരു ഇതുണ്ട്. അതിൻ്റെ ഒരു സന്ദർഭം കൂടി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് 1948 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയാം സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചൊരു ടൈമാണ്. ലോകത്ത് വ്യാപകമായിട്ട് മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ടപ്പോൾ മനുഷ്യാവകാശങ്ങൾ സമൂഹത്തിൽ ആളുകൾക്ക് ലഭിക്കാതെ വന്നൊരു സമയത്താണ് ഇത്തരം ഡിക്ലറേഷൻ UN പുറത്തിറക്കുന്നത്. പക്ഷെ അതിലെ ചില ഇരട്ടത്താപ്പുകൾ എന്ന് പറയുന്നത് നേരത്തെ അബ്സല്യൂട്ട് പേഴ്സണൽ ഓട്ടോണമി പറഞ്ഞു, അതേപോലത്തെ ഒരു ബോഡിയിൽ ഓട്ടോണമിയുടെ അടിസ്ഥാനത്തിലാണ് പല നിയമങ്ങളും എന്തിൽ വന്നിട്ടുള്ളത്, ഈ യൂണിയൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതിൽ UN ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ബോഡിലി ഓട്ടോണമിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതിന് ശരിയായിട്ട് വരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഗർഭചിത്രം
ലിംഗമാറ്റം, അതുപോലെ തന്നെ ബാക്കി LGBT സമാനമായിട്ടുള്ള വാദങ്ങളൊക്കെ ഇതിൽ തെറ്റല്ല, ഇത് ശരിയാണ് എന്ന രൂപത്തിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് ഇതുവരെയുള്ള നൈതികത നിർണ്ണയിക്കുന്നത്, ലോകത്ത് പല ഭരണഘടനകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ 1948 UDHR മുഖേനയാണ്. സ്വാഭാവികമായിട്ടും മതമല്ല, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ മാറ്റി നിർത്തിയിട്ട് അവിടെ നൈതികത നിർണ്ണയിക്കുന്ന സമയത്ത് പലരും കൂട്ടുപിടിക്കുന്ന ഒരു സംഭവം ഈ UDHR ആണ്. പക്ഷേ ഈ UDHR പോലും ബോഡി ഓട്ടോണമിയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥമായിട്ടുള്ളൊരു സത്തയില്ല, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് ഒരു പ്രകൃതിയോട് യോജിച്ചിട്ടുള്ള ഒരു നൈതികത കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾ പറയുകയുണ്ടായി ഓൺ ലിബർട്ടി. ഈ ഓൺ ലിബർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഓൺ ലിബർട്ടിയിൽ തന്നെ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, എല്ലാത്തിനും ഹാം പ്രിൻസിപ്പിൾ, എല്ലാത്തിനും ഒരു നിശ്ചിതമായിട്ടുള്ള ഫ്രീഡം ഉണ്ട് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം അതിൽ മറ്റൊരു പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽ സോറിങ്, എല്ലാത്തിലും വ്യാപകമായിട്ടുള്ള ഒരു മതേതരത്വം അദ്ദേഹം ഇതേ പുസ്തകത്തിലൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ, ഒരേ സമയത്ത് ഒരു പുസ്തകത്തിൻ്റെ പല താളുകൾ മറിച്ച് നോക്കുമ്പോൾ ഒരു താളിൽ ഇസ്ലാമിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തത്വങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുകയും അതേ സമയത്ത് തന്നെ അതിൻ്റെ മറ്റൊരു താൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ആ ഒരു ഇതിനെ തകർത്ത് കളയുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഹ്യൂമാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്നാണല്ലോ. അപ്പോൾ വ്യക്തിപരമായ രീതിയിൽ എല്ലാതും ആ മനുഷ്യൻ്റെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ശരിയും തെറ്റും കാര്യങ്ങളും മറ്റുള്ള രീതിയും ഒക്കെ തീരുമാനിക്കുന്നത് ഈ മനുഷ്യനാണ് എന്നുള്ള ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഇതാണല്ലോ ഉള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇസ്ലാമിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ഈ ശരിയും തെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ഇസ്ലാമിലെ തൗഹീദിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയല്ലേ പാശ്ചാത്യ ചിന്താ രീതിക്കുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നമ്മൾ ഹ്യൂമനിസത്തെ കുറിച്ച് പറയുമ്പോൾ റിനൈൻസൻസ് ഹ്യൂമനിസം അത് മതവിരുദ്ധമാണ് എങ്കിൽ പോലും നമ്മൾ റിലീജിയസ് ഹ്യൂമനിസത്തെ കുറിച്ച് പ്രതിപാദിക്കേണ്ടതുണ്ട്. അതിൽ പോൾ കട്ട്സ് തൻ്റെ സെക്കൻഡ് മാനിഫെസ്റ്റോ 1973 സെക്കൻഡ് മാനിഫെസ്റ്റോയിൽ ദ ഹ്യൂമൻ ആൾട്ടർനേറ്റീവ് എന്നതിൽ പറയുന്നുണ്ട്, ഹ്യൂമനിസം ഈസ് നോട്ട് നെസസറിലി ആൻറ്റി റിലീജിയൻ. ഓക്കെ, അപ്പോൾ ഇസ്ലാമും മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട്, മാന്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ. അത് ഹ്യൂമനിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ആൻറ്റി റിലീജിയസ് അല്ല എന്നുള്ളതാണ് നമ്മളിത് പൊതുവായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. വലഖദ് കറംന ബനി ആദം എന്ന് ഖുർആനിലൂടെ പറയുമ്പോൾ അത് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹ്യൂമനിസം ഇസ്ലാമിന് ഒരു ഭീഷണിയല്ല, നേരെ മറിച്ച് ചില കാര്യങ്ങളിൽ അത് വരുമ്പോൾ നമ്മൾ ഈ മറുവശം കൂടെ ചിന്തിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ, പൊതുവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനെ കൂട്ടി ചെയ്ത് പറയുകയാണ് ഈ ഹ്യൂമനിസം ഉള്ളത് ചില മൂല്യങ്ങൾ ഇസ്ലാമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. ഈ ഹ്യൂമനിസം പറയേണ്ടത് നൈതികതയ്ക്ക് മതമില്ലാതെ അടിസ്ഥാനം ഉണ്ടാകാമെന്ന്. ആ നൈതികതയ്ക്ക് മതമില്ലാതെ അടിസ്ഥാനം ഉണ്ടാകാമെന്ന് ഈ ഹ്യൂമനിസം പറയുന്നുണ്ട്. ഇത് ഇസ്ലാമിലെ ഫിത്ര സ്വാഭാവിക നൈതികബോധം എന്ന ആശയത്തോട് വളരെ സാമ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ ഇത് എങ്ങനെ ഒരു ഭീഷണിയായി മാറും? അഥവാ ഹ്യൂമനിസം പറഞ്ഞു വെക്കുന്നത് നൈതികതയ്ക്ക് മതമില്ലാതെ അടിസ്ഥാനം ഉണ്ടാകാമെന്ന് ഹ്യൂമനിസം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇത് ഇസ്ലാമിലെ ഫിത്ര ബോധം, ഈ ഫിത്ര എന്ന ആശയമായിട്ട് എങ്ങനെയാണ് എതിരാവുക? ഇത് സാമ്യമാണല്ലോ ശരിക്കും വരിക. ഫിത്ര എന്നതിനോട് സാമ്യമായിട്ടല്ലേ ഈ ഒരു ഹ്യൂമനിസത്തിന്റെ വാദം വരും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതിനോട് ചേർത്തി പറയാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ദൈവ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു മതമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ഈ UDHRൻ്റെ ആ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച് സംസാരിക്കണ്ടായി. അതിനോട് ചേർത്തി പറയുകയാണെങ്കിൽ ലോകത്ത് സദാചാര മൂല്യങ്ങൾ, ദൈവമില്ലാത്തൊരു നൈതികത ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അതായത് ദൈവമാണ് ദൈവത്തിൻ്റെ, അതായത് മതങ്ങൾ പറയുന്നതാണ് യഥാർത്ഥത്തിൽ നൈതികതയായിട്ട് ലോകത്ത് പ്രകൃതിയോട് അനുയോജിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഫിത്രയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇസ്ലാമിലെ ഫിത്ര എന്നുള്ളത്
അത് ദൈവം മനുഷ്യന് നൽകുന്ന ഒരു കാര്യമാണ് ഫിത്ര എന്ന് പറയുന്നത്. പക്ഷെ ഈ ഹ്യൂമനിസം പറയുന്നത് ദൈവത്തിന്റെ അടിസ്ഥാനം ഇല്ലാതെ തന്നെ എന്താകും അവിടെ നൈതികതക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ന് യൂറോപ്പിലൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നൈതികയുടെ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിൽ വ്യാപകമായിട്ട് എത്തിക്കൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ യൂറോപ്പ് പറയുന്ന നൈതിക, ഇത്ര ഐഡിയോളജികൾ പറയുന്ന നൈതികതക്ക് സ്ഥലകാല അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്ന നൈതികത അല്ലെങ്കിൽ സദാചാര മൂല്യം ചിലപ്പോൾ മറ്റൊരു തലത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ സദാചാര മൂല്യം ആയിക്കോളുന്നില്ല. അതായത് ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തെറ്റായിട്ട് കാണുന്നു, അതേ സംഭവം വേറൊരു സംഗതിക്ക് വരുമ്പോൾ അവിടെ ഒരു തെറ്റായിട്ട് കാണാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഫിത്രക്ക് അല്ലെങ്കിൽ നൈതികതക്ക് എതിരാണെന്ന് പറയാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ ഹദീസിലും പറഞ്ഞു ശരീഅത്തായി വരികയും ഈ ശരീഅത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്താണ് സ്ഥലകാല ബോധങ്ങൾക്ക് സ്ഥലകാല മാറ്റങ്ങൾക്ക് അനുസരിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുകളിൽ മാറ്റം സംഭവിക്കണം. അടിസ്ഥാനപരമായിട്ട് എന്താണോ തെറ്റ് അത് തെറ്റായിട്ടും എന്താണോ ശരി അത് ശരിയായിട്ടും തന്നെയാണ് കടന്നു വരുന്നത് എന്ന് പറയാൻ. മനുഷ്യന്റെ സദാചാര ബോധം അല്ലെങ്കിൽ നീതിബോധം അത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ അതെന്തായാലും ഇസ്ലാമിൻ്റെ ഐഡിയോളജിക്ക് ഭീഷണി തന്നെ അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ നീതിബോധം അല്ലെങ്കിൽ സദാചാര ബോധം അത് കാലത്തിനും സ്ഥലങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇസ്ലാം എങ്ങനെയാണ് ആ ഒരു സദാചാരത്തെ കാണുന്നത്? അതായത് ഫിത്രത്ത് എന്നുള്ളത് കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര എന്നാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഫിത്രത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണെങ്കിൽ കൂടിയിട്ട് ഓരോ മനുഷ്യനും ഇപ്പോൾ കള്ള് കുടിക്കണം കുടിക്കണ്ട എന്നുള്ളിടത്തേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താ, ഇതിനുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ എന്താണോ കൂടുതൽ ബെനിഫിറ്റ് എന്നാ നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കള്ളു കുടിക്കുമ്പോൾ നല്ലതിനേക്കാളും കൂടുതൽ ചീത്തതാണെന്ന് ഒരു മനുഷ്യന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. അതാണെന്ത് നൈതികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അതേ കോൺസെപ്റ്റാണ് ഇസ്ലാമിലുള്ളത്. ഇസ്ലാമും എന്താണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യന് യോജിച്ച നിയമങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും കോൺഫ്ലിക്റ്റ് ആവാൻ സാധ്യത ഉണ്ടാകുന്ന വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലും സാധ്യത ഇല്ലാത്തതാണ്. സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഈ യൂറോപ്യൻ നൈതികതയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് LGBT പരമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള തോന കാര്യങ്ങൾ, സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ നൈതികളിൽ പെട്ട അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മൾ കാലങ്ങളായിട്ട് ഇതുവരെയുള്ള ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നാഗരികത പരിശോധിക്കുമ്പോഴൊക്കെ സമൂഹത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഫിത്ര എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കുടുംബ സംവിധാനങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ ഈ യൂറോപ്യൻ ഐഡിയോളജികളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിയാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫെമിനിസത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫെമിനിസത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെമിനിസം റാഡിക്കൽ ഫെമിനിസത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പുരുഷൻ്റെ ആ ഒരു സംഭവത്തെ വ്യാപകമായിട്ട് എതിർക്കുന്നതിലേക്കാണ് പലപ്പോഴും എന്താണ് ഇത്തരം നമ്മൾ യൂറോപ്പിൻ്റെ നൈതിക അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഫിത്ര എന്ന് പറയുന്ന ഈ കാര്യം കൊണ്ടെത്തിക്കുന്നത് വെച്ചാൽ പുരുഷൻ്റെ മേധാവിത്വത്തെ എതിർക്കുകയും പുരുഷൻ്റെ ആ ഒരു കാര്യത്തെ വ്യാപകമായിട്ട് എതിർത്ത് സംഭവിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് അതിനെക്കാട്ടി അതിൻ്റെ അഗ്രസീവ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷനേക്കാളും സ്ഥാനം സ്ത്രീക്ക് വേണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇന്ന് യൂറോപ്പിലൊക്കെ നമ്മൾ എന്താണ് ഫാദർലെസ് അമേരിക്ക എടുത്തു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ എടുത്തു സാർവലൈംഗികതയുടെയും LGBT വാദങ്ങളുടെയും അല്ലെങ്കിൽ ലെസ്ബിയൻ ഗേ പോലെയുള്ള വാദങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് കുടുംബ സംവിധാനങ്ങൾ തകർന്നു പോകുന്ന ഒരു സംഗതി കാണുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും യൂറോപ്പിൻ്റെ ആ ഒരു ഇതിനെ തകർക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിനോട് കൂട്ടി പറയുമ്പോൾ
പറഞ്ഞല്ലോ, സ്ത്രീയെ പുരുഷന്റെ എതിർപ്പിലാക്കുന്ന ഒരു രീതി, ഒരു ഫെമിനിസം എന്നുള്ള രീതി. അപ്പോൾ ആശയം അപ്പോൾ പുതിയതായിട്ടുള്ള രീതിയിലുള്ള ഈ റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ട് ഇതാക്കുന്നത് എന്താ വെച്ചാൽ, മനുഷ്യ എന്താ അവർ ഈ സ്ത്രീ പുരുഷ ഇതിനെ ഒരു രീതിയെ ഒരു ഇഞ്ചക്ട് ചെയ്യാൻ, ഒരു സ്ത്രീക്ക് പുരുഷനോടുള്ള വെറുപ്പിനെ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലേക്ക്, കുത്തി നിറക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കുടുംബങ്ങൾ തകർന്ന ഇതൊക്കെ ഉണ്ട്. കുറേ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ രീതിയിൽ ഇപ്പോൾ OECD 2020 ഒരു ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് ഓരോരോ ഡാറ്റ കളക്ഷൻ നടത്തുന്നുണ്ട്. സിംഗിൾ പാരന്റ് ഹൗസ് ഹോൾഡിന്റെ ഇതായിട്ട് അത് 25% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഡിവോഴ്സിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ ക്യാരി ചെയ്യാത്തതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഏകദേശം 25 ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒറ്റക്ക് നോക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഈ കുട്ടികളുടെ എണ്ണം വളരെയധികം 25% വർദ്ധിച്ചിട്ടാണുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്നാൽ ഇസ്ലാമിലെ സമത്വം എന്നുള്ളത് ഇതിലേറെ മനോഹരമല്ലേ, ഇതിലേറെ ഇതല്ലേ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ ഫെമിനിസമൊക്കെ പിറവിയെടുക്കുന്ന സാഹചര്യം സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും നീതികേടുകളൊക്കെയാണ്. അതിനൊരു പരിധിവരെ നമ്മുടെ മുസ്ലിം സൊസൈറ്റി തന്നെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ മനോഹാരിത ഉണ്ടല്ലോ, ആ മനോഹാരിത പിന്നെ ടെക്സ്റ്റലായിട്ട് ഇസ്ലാമിൻ്റെ പിന്നെ ഖുർആന് സുന്നത്ത് അതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ ഒരു ദുർവ്യാഖ്യാനം നടത്തിയിട്ട് അവർ നേരിട്ട പ്രയാസങ്ങളിൽ നിന്നല്ല ശരിക്കും ഫെമിനിസം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇത്തരം യൂറോപ്യൻ ഐഡിയോളജികളൊക്കെ ഒരു വിളനിലയം എന്ന് പറയുന്നത് അത് ചർച്ച് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റിൽ നിന്നാണ് ഇത്തരം സാധനങ്ങളൊക്കെ വരുന്നത്. വെച്ചാൽ ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതം വ്യാപകമായിട്ട് അവിടുത്തെ ജനങ്ങളെ വിലക്കുണ്ടാക്കും, ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ ബലമായിട്ട് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരം ഇസങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ ഇതെടുക്കുകയാണ്. ഫെമിനിസം ആദ്യം ഉദയം ചെയ്യുന്നത് വോട്ടവകാശത്തിന് വേണ്ടിയിട്ടാണ്. യൂറോപ്പിൽ വോട്ടവകാശം പോലും സ്ത്രീകൾക്ക് നൽകുക. പക്ഷേ നമ്മൾ അതിലൊരിക്കലും ഇസ്ലാമിന് അതിന് ചാപ്പ കുത്താൻ വേണ്ടി നമുക്ക് കഴിയൂല. കാരണം നമ്മൾ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറാവി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഫാത്തിമ ഫിഹ്രി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതയാണ്. ഒരു മുസ്ലിം പണ്ഡിതയ്ക്ക് ഏകദേശം, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ക്രിസ്താബ്ദം 800 ആ ഒരു സമയത്താണ് ഈ ഒരു ഇത് സ്ഥാപിക്കുന്നത്. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് തന്നെ ഒരു സ്ത്രീക്ക് ഒരു വലിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുന്നത് സ്വാഭാവികമായിട്ടും അവൾക്ക് മതം അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതം അനുവദിച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലം നമ്മൾ ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ പറയാറുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് സ്ത്രീകൾ നേരിട്ടുന്ന പ്രശ്നങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾ നേടിയെടുത്ത അവകാശങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി വകവെച്ചു കൊടുത്ത അവകാശങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരം ഫെമിനിസ്റ്റ് ചിന്താരീതികളുടെ ഒരു വിളനിലയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാപ്പ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ ചാപ്പ കുത്താൻ നമുക്ക് കഴിയൂല. കാരണം ഇസ്ലാം അത്തരത്തിലാണ് അവരെ കെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫെമിനിസത്തെ കുറിച്ച് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഫെമിനിസത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒറിജിന് പറയണം. ഈ എങ്ങനെയാണ് ഫെമിനിസം വന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫെമിനിസം രൂപപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പെണ്ണിന് എന്തൊക്കെയോ ഇകഴ്ത്തലുകൾ അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വേറെ കോൺസെപ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫെമിനിസത്തിൽ പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതാരാ?
പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ആ കാലത്ത് പെണ്ണ് ജനിക്കുമ്പോൾ അവളെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞിടത്ത് നിന്നിട്ട് സ്വത്തവകാശത്തിൽ ഇവൾക്ക് ഇന്ന പങ്ക് കൊടുക്കണം എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൈ മുകളിലോട്ട് വെച്ച മതമാണ് ഇസ്ലാം, പ്രവാചകനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അവരോട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇസ്ലാമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിന്നെ സഹപ്രവർത്തകൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, ഫെമിനിസത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഫെമിനിസവും എന്തല്ല ഇത്തരം ഐഡിയോളജികളല്ല. ഈ ഫെമിനിസത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് പറയപ്പെടേണ്ട ഒരു ഫെമിനിസമാണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ വാക്താക്കളായിട്ടുള്ള ഫാത്തിമ മിർനീസി, അതേപോലെ ആമിന വദൂദ് തുടങ്ങിയ പ്രഗത്ഭയായ ഇസ്ലാമിക് പണ്ഡിതന്മാരൊക്കെ അതിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ഖുർആൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന ഒരു ബുക്ക് വരെ ആമിന വദൂദ് എന്ന മഹദി രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഖുർആന്, പിന്നെ പോലെ ഹദീസ് തുടങ്ങിയവയിൽ നിന്നെല്ലാം ഈ സ്ത്രീകളുടെ അവകാശങ്ങളും സ്ത്രീകളുടെ മൂല്യങ്ങളും എടുത്തുകൊണ്ട് പ്രസ്താവിക്കുന്ന ധാരാളം പരിപാടികളും അതേപോലെ ബുക്കുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തല്ല എല്ലാ ഫെമിനിസവും ഇസ്ലാമിനോട് എതിരാണ് എന്നുള്ള വാദം അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സഹസംവാദകൻ അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ പറയുന്നുണ്ടായിരുന്നു സെക്കുലറിസം തീർത്തും ഭീഷണിയാണ് എന്ന നിലക്ക്. എന്നാൽ ഇസ്ലാമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലല്ല, അഥവാ മതത്തിൽ എല്ലാം എളുപ്പമാണ് എന്നൊരു നിലക്കാണ് പറയുന്നത്. ഇത് തന്നെ സെക്കുലറിസത്തിൻ്റെ മതസ്വാതന്ത്ര്യ ആശയത്തോട് പൊരുത്തപ്പെടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞോട് ചേർത്ത് പറയാം, അതായത് ഇസ്ലാമിൽ മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അത് ഞങ്ങൾ പറയുന്നതിൻ്റെ ഒക്കെ ഒരു ബേസിസ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കോമൺ കൺസെപ്റ്റുകൾ, ഇപ്പോൾ ഇൻ്റലിജൻസും റീസണിങ് ഫ്രീഡം ഒക്കെ അതായത് ഇസ്ലാം ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഒരു ദൈവ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വമൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സെക്യുലറിസം എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ഈ ഇത്തരം ദൈവത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നിരസിക്കുന്ന രീതിയിലാണ് സെക്യുലറിസം കടന്നു വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഫ്രാൻസിലെ ലൈസിറ്റെ, അതായത് ഒരു 1905 ചർച്ച് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പുറത്തിറക്കിയിട്ടുള്ള ഒരു നിയമമാണ് ലൈസിറ്റ് എന്ന് പറയുന്നത്. അതിൽ അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? സമൂഹത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്താം. മതം എന്ന് പറയുന്നത് അത് കപടത മാത്രമാണ് പുറന്തള്ളുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കിങ്ങനെ പറയാം, അതായത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുമ്പോൾ അതേ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ പറയുന്നത്. വെച്ചാൽ ലൈസിറ്റ് ഫ്രാൻസിൽ എല്ലാ സെക്യുലറിസത്തിൻ്റെ വിളനിലം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമാണല്ലോ. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നാണ് ലൈസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? അതായത് മതത്തെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ മതത്തിൻ്റെ മൂല്യങ്ങളെ മാറ്റി നിർത്തുക. ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ ആ ഒരു അസ്തിത്വത്തിനെ മാറ്റി നിർത്തുക. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ? ഇസ്ലാം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ സമസ്ത മണ്ഡലങ്ങളിലും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം, നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു മനുഷ്യൻ്റെ സാമൂഹികപരമായ സാമ്പത്തികപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാതലായ ഇടപെടലുകൾ നടത്തുന്നതിന് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ കാതലായ ഇടപെടലുകൾ സ്വാഭാവികമായിട്ട് ഇസ്ലാം നടത്തും. പക്ഷേ സെക്യുലറിസം പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ മതത്തെ മാറ്റി നിർത്തണം. രാഷ്ട്രീയത്തിൽ മതങ്ങൾ വർത്തിക്കാൻ പാടില്ല, സമൂഹത്തിൽ മതങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മതങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സെക്യുലറിസം പറഞ്ഞു വെക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമിന് എതിരായിട്ട് തന്നെയാണല്ലോ കടന്നു വരുന്നത്. പിന്നെ ഈ സെക്യുലറിസം നമ്മൾ പൊതുവെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ട് സെക്യുലറിസം കൊണ്ട് എന്താണ് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്ന് അറേബ്യൻ കൺട്രീസിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പൗരസ്ത്യ നാടുകളിലാണെങ്കിലോ പാശ്ചാത്യ ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു തലങ്ങളിൽ സെക്യുലറിസം കൊണ്ടാടുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഇതിൽ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിച്ചതിന് ശേഷം തുർക്കിയിൽ അത്താതുർക്ക് നടപ്പിലാക്കിയ ഏറ്റവും എന്താണ് നമ്മൾ ഇസ്ലാമിക് ഐഡന്റിറ്റിയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു കരിനിയമം എന്ന രൂപത്തിലൊക്കെ പറയാൻ പറ്റും. എന്താ വെച്ചാൽ മതങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പാർശ്വഫലങ്ങളായി എന്താണ് അതിൻ്റെ ഇത് പാർശ്വഫലങ്ങളായിട്ട് സമൂഹത്തിൽ അന്ന് അരങ്ങേറിയെന്ന് വെച്ചാൽ വ്യാപകമായിട്ടുള്ള മതനിരാസം യുവജനങ്ങളിൽ തന്നെ. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും കൗമാരക്കാർ അല്ലെങ്കിൽ യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളിൽ തന്നെ വ്യാപകമായിട്ട് ഇത്തരം ചിന്തകൾ കടന്നുകൂടുകയും പൊതുമണ്ഡലത്തിൽ സ്കാർഫ് ധരിക്കാൻ പോലും സ്ത്രീകൾക്ക് അനുവാദം ലഭിക്കാത്ത, സ്കാർഫ് ധരിച്ചാൽ അവരെ വെടിവെച്ച് കൊല്ലുന്ന രൂപത്തിലേക്കൊക്കെ സമൂഹത്തിൻ്റെ ജനങ്ങൾ ഇപ്പോൾ ഒർഹാൻ പാമുക്കിൻ്റെ മഞ്ഞെന്ന് പറയുന്ന നോവലിൽ പോലും അതാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീ പൊതുമണ്ഡലത്തിൽ വന്നിട്ട് സ്കാർഫ് ധരിക്കാതിരിക്കുന്നത്, അതായത് സ്കാർഫ് ധരിക്കുന്ന സമയത്ത് അതിനെ ഒരു സമൂഹത്തിന്റെ തിന്മയായി കാണുകയും അത്തരം ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ യഥാർത്ഥത്തിൽ ഈ സെക്യുലറിസത്തിന്റെ പ്രത്യാഘാതങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഭീഷണിയായിട്ടാണല്ലോ കടന്നു വരുന്നത്. ഭാഗമായിട്ട് അതെന്ന് പറയാം. ചില സെക്കുലർ സംവിധാനങ്ങൾ മതനിരസനം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സെക്കുലറിസം എന്നുള്ളതുകൊണ്ട് ജോൺ ലോക്ക്, ചാൾസ് ടൈലർ എന്നിവർ പറയുന്നുണ്ട്. അതെന്താണ്? ഭരണ സംവിധാനവും നിയമവും മതനിരപേക്ഷമായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു മദീന ചാർട്ടർ എന്നുള്ളൊരു സംഭവം പരിശോധിച്ചാൽ മനസ്സിലാവും. അതെന്തായിരുന്നു? നബി തങ്ങളെ കാലത്ത് തന്നെ മറ്റു അന്യമതസ്ഥരുമായിട്ട് എന്താണ് ഒരു ഒത്തുപോക്കലിന് വേണ്ടി ജിസിയ കാര്യങ്ങളോട് വന്ന ഒരു ഇതാണ്. അത് തന്നെയാണല്ലോ ഈ സെക്കുലറിസവും മുമ്പോട്ട് വെക്കുന്നത്. ചില രാജ്യങ്ങൾ, ഉദാഹരണത്തിന് UK പോലുള്ള രാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മതവും സംസ്ഥാനവും സഹവർത്തിത്വത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ ധാരാളം കൺട്രികളുണ്ട്. സെക്കുലറിസം യഥാർത്ഥത്തിൽ ഒരു സുരക്ഷാ മതിലായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മതങ്ങൾ തമ്മിലുള്ള സംഘർഷം തടയാനും മറ്റുമായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ സെക്കുലറിസം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു ഭീഷണിയാവുന്ന രീതിയിൽ സെക്കുലറിസം മുമ്പോട്ട് പോകുന്നില്ലല്ലോ. അതുപോലെ സെക്കുലറിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സഹപ്രവർത്തകന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ, അതായത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണഘടന എങ്ങനെയായിരുന്നു ഉള്ളത്. ഇപ്പോൾ അവരൊരു കുറ്റം ചെയ്താൽ ഇസ്ലാമിൻ്റെ ശരീഅത്തല്ലായിരുന്നു അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നടപ്പിലാക്കിയിരുന്നത്. അവരിൽ പെട്ട ഒരാളെ കാളിയായിട്ട് നിയമിക്കുന്ന വിധത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തായിരുന്നു ശിക്ഷാ നടപടിക്രമങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യം നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഭരണം നടത്തുക. അതായത് നേരെ മറിച്ച് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉദാഹരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു ഈ മഖാസിദ് ശരിയ എന്നുള്ളതുണ്ടല്ലോ, അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ജീവൻ, മതം, ബുദ്ധി, പിന്നെ അതുപോലെ വംശം, സ്വത്ത് തുടങ്ങിയവയുമായിട്ടുള്ള ഒരു സംരക്ഷണമാണല്ലോ അത്. അപ്പോൾ ഇവയൊക്കെ മനുഷ്യാവകാശങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു മക്കാശരിയ. അപ്പോൾ അതിൽ ജീവൻ, മതം, ബുദ്ധി, വംശം, പിന്നെ അതുപോലെ സ്വത്ത് സംരക്ഷണം എന്നിങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനുഷ്യാവകാശമായി ബന്ധപ്പെട്ട് ഇത് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ കൃത്യമായ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഖാസിദ് ഡിവൈൻ അതോറിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ, അതും വിശ്വാസികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് സെക്കുലർ കോൺഷ്യസ് എന്ന് അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഇത് ഈ ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ തന്നെ മക്കാശരിയും കുറച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമായ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് രണ്ടിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. പിന്നെ താരിഖ് റമദാൻ 2004 ഇതിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെസ്റ്റേൺ എത്തിക്സ് ആൻഡ് ഇസ്ലാമിക് എത്തിക്സ് ഇൻട്രസ്റ്റഡ് അറ്റ് ദ പ്രാക്ടീസ് ബട്ട് ഡൈവേർജ് അറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഈ വെസ്റ്റേൺ എത്തിക്സും ഇസ്ലാമിക് എത്തിക്സും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ
അടിസ്ഥാനത്തിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് രണ്ടും രണ്ട് രീതിയാന്നുള്ള അത് നമുക്ക് മനസ്സിലാകും. ഇത് പറഞ്ഞതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മഖാസിദ് ശരിയ എന്നുള്ളത് വലിയ ഡിബേറ്റിൻ്റെ ഒരു വിഷയം. അതായത് ഇത് യഥാർത്ഥത്തിൽ ലിബറലിസത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 8-10 കോമൺ കൺസെപ്റ്റുകളോട് യോജിച്ചു പോകുന്നില്ലേ എന്ന്. അതായത് മഖാസിദ് ശരിയ സമൂഹത്തിന് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന ജീവൻ, മതം, ബുദ്ധി, വംശം, സ്വത്ത് സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ലിബറലിസത്തിൻ്റെ കാര്യങ്ങളോട് എന്താണ് അനുധാവനം ചെയ്ത് അല്ലെങ്കിൽ സാമ്യത പുലർത്തി പോകുന്നില്ലേ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ എന്താണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ ഇത് രണ്ടും സാമ്യതയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ അതിൽ ആഴത്തിലിറങ്ങി പരിശോധിക്കുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ ഒന്നല്ല, പരസ്പരം വൈരുദ്ധ്യമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം പരസ്പരം സാമ്യത പുലർത്തുന്ന രണ്ട് തത്വങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതായത് ഇസ്ലാം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഡിവൈൻ അതോറിറ്റിയുടെ ദൈവികമായിട്ടുള്ള ഒരു എന്താണ് കോൺസെപ്റ്റ് സമൂഹത്തിൽ നൽകിയിട്ടാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഇത്തരം ഇസങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു എന്താണ് യൂറോപ്യൻ ഐഡിയോളജികൾ പരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരം ഒരു ദൈവികമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ബേസിക് പറഞ്ഞ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നിസ്സാരവൽക്കരിക്കുക അല്ലെങ്കിൽ അതിനെ കൂടി നിരാകരിക്കുന്ന രൂപത്തിലാണ് ഇത്തരം ഇസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പാർശ്വഫലം എന്ന് പറയുന്ന സമയത്ത് ഒരു സംഭവം ഇങ്ങനെ പറയാറുണ്ട്. അതായത് യൂറോപ്പിൽ ഈ ഫെമിനിസത്തിൻ്റെ രണ്ടാം വേവിൻ്റെ ഭാഗമായിട്ട് ഒരു റാലി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഡ്വേർഡ് ലൂയിസ് ബർണേഴ്സ് എന്ന് പറയുന്ന ഒരു താത്വിക ചിന്തകൻ്റെ അടുത്തേക്ക് അമേരിക്കയിലുള്ള സിഗരറ്റ് കമ്പനികൾ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സിഗരറ്റ് വിറ്റുപോകാൻ കുറച്ച് കാര്യങ്ങൾ അനുവദിച്ചു തരുമെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം അതിനുള്ളൊരു മാർഗമായിട്ട് പിറ്റേന്ന് അവിടുത്തെ മാധ്യമങ്ങളിൽ ഇങ്ങനെ ആക്കുന്നു. അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ദീപശിഖ നാളെ തെളിയിക്കും എന്നുള്ളൊരു ഉപദ്രവമാണ്. പക്ഷെ അങ്ങനെ ആളുകളൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്താണ് ആ ദീപശിഖ എന്നുള്ളത്. പിന്നീട് എന്താണ് പിറ്റേ ദിവസം ആളുകളൊക്കെ ഇദ്ദേഹം ചെയ്തു വെച്ച ഒരു ഇതെന്ന് പറയുന്നത് ദീപശിഖ എന്ന രൂപത്തിൽ അവിടെ കൂടിയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ വ്യാപകമായിട്ട് സിഗരറ്റ് കൈമാറ്റം ചെയ്യപ്പെടുകയും സിഗരറ്റ് കത്തിക്കാനും സിഗരറ്റ് വലിക്കാനും അങ്ങനെ ആ സിഗരറ്റിനെ ഒരു ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദീപശിഖ വെച്ചാൽ ഫെമിനിസ്റ്റ് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദീപശിഖ ആയിട്ട് മാറ്റുക. എന്ന് വെച്ചാൽ ഇത്തരം മഖാസിദ് ശരിയ യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് കൃത്യമായിട്ടുള്ള ബുദ്ധിയെ സംരക്ഷണത്തിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ബുദ്ധി സംരക്ഷണത്തിന് വേണ്ടി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സ്വാഭാവികമായിട്ടും അത്തരം ബുദ്ധികൾ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കാൻ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്ന രൂപത്തിലാണ് അത് വർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ മഖാസിദ് ശരിയയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇതൊരു കാര്യമാണ് ഒരാൾക്ക് നാഷണലിസം വെച്ചാൽ യൂറോപ്പ് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന നാഷണലിസം. ഈ നാഷണലിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ മതാശ്രിതമായിട്ടുള്ള ഒരു ഐക്യം തകർത്ത് കളയുകയാണല്ലോ ചെയ്യുന്നത്. നാഷണലിസം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്താണ് ഏറ്റവും വലുത്. ഈ ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തെ തന്നെ തകർത്ത് കളയുന്ന രൂപത്തിലാണ് നാഷണലിസം വർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇസ്ലാം മതത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഇതായിട്ടാണല്ലോ വരുന്നത്. പറഞ്ഞു എഗെയിൻസ്റ്റും കൂടെ പറഞ്ഞിട്ട് നിർത്തല്ലേ. ഓക്കെ, ഇതിന്റെ ഇത് മറുപടിയും കൂടെ പറഞ്ഞിട്ട് ഓക്കെ ഇൻഷാ അല്ലാഹ്. നാഷണലിസത്തെ കുറിച്ച് പറയുമ്പോൾ നാഷണലിസം മുഴുവനായി തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് മനസ്സിലാകുന്നത്. 1377 ഇബ്നു ഖൽദൂൻ എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ മുഖദ്ദിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ത് അസബിയെ കുറിച്ചിട്ട്, അതായത് സാമൂഹിക ഐക്യശക്തിയെ കുറിച്ചിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നാഷണലിസം ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഈ ദേശപ്രീതി, അതായത് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഹുബ്ബുൽ വത്തൻ, അതിന് ധാരാളം നമ്മൾ ചരിത്രത്തിലൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് മക്കത്തെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്
നീ എത്ര മനോഹരമാണ് മക്ക എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നാഷണലിസം അല്ലെങ്കിൽ നാഷണാലിറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തിനെക്കുറിച്ച് പറയുമ്പോഴും അത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചും ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇസ്ലാമിക ഐഡിയോളജി പൂർണ്ണമായും നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് എതിരല്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഈ പാശ്ചാത്യ ചിന്താ രീതികൾ, അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പാശ്ചാത്യ ചിന്താ രീതികളിൽ ഇസ്ലാമിന് ഭീഷണിയാണ് എന്ന്. കാരണം അപ്പോൾ സെക്കുലറിസം എടുത്തു നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് സെക്കുലറിസം ഒരു മനുഷ്യനിൽ നിന്ന് മതത്തെയും അതിൻ്റെ ദൈവത്തെയും അകറ്റി കളയുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ലിബറലിസം എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള വൃത്തിഹീനമായ കാര്യങ്ങൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം നൽകൽ എന്നുള്ള രീതിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ പേഴ്സണൽ ഫ്രീഡം നൽകുന്ന അത് ഒരു സാധാരണമായ രീതിയാക്കി മാറ്റുകയാണ്. ഈ ലഹരി ഉപയോഗിക്കലും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ LGBT കാര്യങ്ങളൊക്കെ ഇതൊരു സാധാരണയായ രീതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അപ്പോൾ പാശ്ചാത്യ ചിന്താ രീതികൾ ഇസ്ലാമിന് ഭീഷണിയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. നമ്മൾ മൊത്തത്തിൽ ഇതുവരെ നടന്ന സംവാദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്തരം പാശ്ചാത്യ രീതികൾ, പാശ്ചാത്യ ഐഡിയോളജികൾ ഒരിക്കലും ഇസ്ലാമുമായിട്ട് ഒത്തുപോകില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന് ഭീഷണിയാണ് എന്നുള്ളത്. ഞങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള ഹ്യൂമനിസം, സുഹൃത്ത് ഫോക്കസ് ചെയ്ത ലിബറലിസം, സെക്കുലറിസം പോലെയുള്ള കാര്യങ്ങൾ, ഹ്യൂമനിസം, ഫെമിനിസം പോലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കോമൺ കൺസെപ്റ്റുകളുണ്ട്. അതിൽ ഇൻ്റലിജൻസും, ഫ്രീഡം, റീസണ്, അതുപോലെ തന്നെ ഇക്വാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ഇസ്ലാമികപരമായിട്ട് പറയണം. അതിൽ ഷൂറ, ഇജ്തിഹാദ്, മക്കാസിദ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഒറ്റ നോട്ടത്തിൽ നമ്മൾ അതിന് ഇത് ഇസ്ലാമിന് അനുകൂലമാണ്, ഇസ്ലാമിന് ഭീഷണിയല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും അതിലേക്ക് ആഴത്തിലിറങ്ങി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നാളിതുവരെയുള്ള ഇത്തരം ഇസങ്ങളുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, ഇത്തരം ഇസങ്ങളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുധാവകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇത്തരം ഇസങ്ങൾ ഒരിക്കലും ഇസ്ലാമുമായിട്ട് ഒത്തുപോകില്ല. പോരാത്തതിന് ഇസ്ലാമിൻ്റെ ദൈവമെന്ന് പറയുന്ന അസ്തിത്വത്തിനെ ഇല്ലായ്മ ചെയ്യാനും, അള്ളാഹു എന്ന് പറയുന്ന അസ്തിത്വം ഇല്ലായ്മ ചെയ്ത് തൗഹീദിന് വിഘ്നം സംഭവിക്കുന്ന രൂപത്തിൽ വർത്തിക്കാനുമാണ് ഇത്തരം ഇസങ്ങൾ നാളിതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥമുള്ള കാതലായ ലക്ഷ്യങ്ങളും ചർച്ച് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതുകൊണ്ട് തന്നെ മതങ്ങളെ നിരാകരിക്കാനും മതനിരാസം പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുമാണ് ഇത്തരം ഇസങ്ങൾ ശ്രമിക്കുന്നത്. നമ്മുടെ ചരിത്രം പരിശോധിച്ചു നോക്കുന്ന സമയത്ത് 1924 അത്താതുർക്കിൻ്റെ തുർക്കി ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇതുവരെ നടത്തിയ സംവാദത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും ഈ പാശ്ചാത്യ ചിന്താഗതികൾ ഇസ്ലാമിന് ഭീഷണിയല്ല എന്നുള്ളത്. കാരണം ഈ ഭീഷണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നമാണ്. അതിലേക്ക് നോക്കി യഥാർത്ഥത്തിൽ വായന നടത്തുമ്പോൾ അതൊരിക്കലും ഭീഷണിയാവുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ടാകും. ലിബറലിസം, ഹ്യൂമനിസം, റാഷണലിസം, സെക്കുലറിസം ഏത് തന്നെ എടുത്തു നോക്കിയാലും അതിനുള്ളിൽ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ഒരു പാശ്ചാത്യ ചിന്താഗതികൾ ഇസ്ലാമിന് ഒരിക്കലും ഭീഷണിയാകുന്നില്ല. പാശ്ചാത്യ ചിന്താഗതികൾ മൂലം ഇസ്ലാം തളരില്ല. ഇസ്ലാം അത്രയും ആഴമുള്ളതും ബലമുള്ളതുമായ മതമാണ്. ഏത് ചിന്തയും അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ ഇസ്ലാമിന് കഴിയുന്നുണ്ട്. പാശ്ചാത്യ ചിന്താരീതികൾ ഒരിക്കലും ഇസ്ലാമിന് ഭീഷണിയാവുന്നില്ല. മറിച്ച് സത്യചിന്തകളുമായുള്ള സഹയാത്രികതയുടെ അതിൻ്റെ ശക്തി തെളിയിക്കുന്നതാണ് എന്ന് വ്യക്തമാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെസ്റ്റേൺ ഐഡിയോളജീസ് ഇസ്ലാമിന് ഭീഷണിയല്ല എന്നതാണ് ഇവിടെ സംവദിച്ചത്. അപ്പോൾ ആകത്തുക എല്ലാ ഇസങ്ങളെക്കുറിച്ചും എതിരായിട്ട് പറഞ്ഞപ്പോഴും
എല്ലാത്തിനും ഇസ്ലാമിക വശത്തോടു കൂടി തന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിത്രപരമായി തന്നെ പ്രസ്താവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇസ്ലാമിന് ഒരിക്കലും തന്നെ വെസ്റ്റേൺ എന്നല്ല ഒരു കൾച്ചറും ഒരു ചിന്താ രീതികളും ഇസ്ലാമിന് ഇതൊരു ഭീഷണിയല്ല. ഇസ്ലാം യൂണിവേഴ്സൽ റിലീജിയനാണ്. അപ്പോൾ ഇസ്ലാമിന് അതൊന്നും ബാധകമല്ല എന്ന് തന്നെയാണ് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അജ്ഞതയാണ്, അത് നമ്മുടെ അറിവില്ലായ്മയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ അതിനെ പുരോഗതിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഐഡിയോളജീസ് ഒരിക്കലും ഇസ്ലാമിനോടുമായിട്ട് ഏറ്റുമുട്ടേണ്ടതല്ല. ഈ സംവാദങ്ങളിലും സംയോജനത്തിലൂടെയും ഒക്കെ അതൊരു ക്ലിയർ ആക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു കാര്യത്തിന് വെസ്റ്റേൺ മുന്നോട്ട് വെക്കുന്നത് മാനവിക ബോധമാണ്. അപ്പോൾ അതിനോട് കൂടിയിട്ട് ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഒരു ആത്മീയ ആത്മാവിനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതൊരു പൂർണ്ണതയുള്ള ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഈ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയോളജീസ് എന്ത് ചെയ്യും, ടോട്ടലി ഒരു മാനവികമായിട്ടുള്ള മനുഷ്യ സപ്പോർട്ടീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിനൊരു ആത്മാവും അതിനൊരു ആത്മീയതയും കൊണ്ടുവരികയാണ് ഇസ്ലാം ചെയ്തു വെക്കുന്നത്. അപ്പോൾ വെസ്റ്റേൺ ആശയങ്ങൾ ഇസ്ലാമിനൊരു ഭീഷണിയല്ല, നേരെ മറിച്ച് അതൊരു ഉപകാരമുള്ള കാര്യമാണ് ഇസ്ലാമിൻ്റെ പ്രക്ഷുബ്ധതയ്ക്ക് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, വിഷയങ്ങൾ ഏറെക്കുറെ സമാപിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ അല്ലെങ്കിൽ പുതിയത് എന്ന അർത്ഥത്തിൽ ഇനിയും ഒരുപാട് ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ കടന്നു വരുമ്പോൾ പുതിയത് എന്ന അർത്ഥത്തിൽ മാത്രം ഇസ്ലാം ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാതിരിക്കാറില്ല. നമ്മുടെ പാരമ്പര്യം അതല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ്, അഖീദ ഉദാഹരണം, ആ വിഷയത്തിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പക്ഷെ മറ്റ് കർമ്മകാര്യങ്ങളിൽ പുതിയത് ഇസ്ലാമിനെ കൂടുതൽ പുതിയ കാലത്ത് അവതരിപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത്തരം ചിന്തകളെ, ഉദാഹരണം ഇപ്പോൾ മാനവിക മൂല്യങ്ങൾ ഇസ്ലാം കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മക്കാസിദ് ഹിഫ്ലുദ്ദീൻ, അതിലൊന്ന് ഹിഫ്ലുദ്ദീനാണ്, മതം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊരുത്തപ്പെടുന്നതും പൊരുത്തപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാനവികത ഉദാഹരണം പറഞ്ഞ് പൊരുത്തപ്പെടുന്നതാണ്, ഒരു സമയത്ത് ഹിഫ്ലുദ്ദീൻ മക്കാസിദ് പറയുമ്പോൾ പൊരുത്തപ്പെടാത്തതാണ്. രണ്ടും വേറിട്ട് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.